ഇപ്പോൾ മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണല്ലോ ഈ സ്ട്രോക്ക്. യഥാർത്ഥത്തിൽ എന്താണ് ഈ സ്ട്രോക്ക്? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയോ ചെയ്യുന്ന അവസ്ഥക്കാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇതിന് ബ്രെയിൻ അറ്റാക്ക് എന്നുകൂടി ഒരു പേരുണ്ട്. നമ്മൾ ഹാർട്ട് അറ്റാക്ക് പോലെ ബ്രെയിൻ അറ്റാക്ക് എന്നൊരു പേരും കൂടി സ്ട്രോക്കിനുണ്ട്. അപ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം, ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം സ്ഥായിയായി കിടപ്പിലായി പോവുകയോ അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കുകയോ ചെയ്യുന്ന ഒന്നാണ്. ഈ കേസുകൾ തന്നെ നമ്മളിപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന ഒരാൾ വേറെ സ്ട്രോക്ക് രോഗിനെ കാണാൻ പോയി. ആ സമയത്ത് അയാളോട് ഇങ്ങനെ ചോദിച്ചു എന്തൊക്കെ ലക്ഷണം. അപ്പോൾ ഈ കണ്ണിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞു. അവിടെ രോഗിയെ കാണാൻ വന്ന മറ്റൊരാളതൊക്കെ കേട്ടിട്ട് വീട്ടിൽ പോയി മറ്റൊരാൾക്ക് രാവിലെ എഴുന്നേറ്റ സമയത്ത് ഈ മറ്റേ ക്ലോക്ക് ഇങ്ങനെ രണ്ടായിട്ട് കണ്ടതാ. അപ്പൊ ഇന്നലെ ഇങ്ങനെ വിവരം കിട്ടിയെന്ന് പോയി നോക്കിയാൽ സ്ട്രോക്കിന്റെ ലക്ഷണമായിരുന്നു. നമ്മൾ സിമ്പിളായിട്ട് കാണുന്ന ഈ സാധനം വരെ സ്ട്രോക്കിന്റെ ആയിക്കോളണമെന്നില്ല. നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഒരു രോഗിക്ക് സ്ട്രോക്ക് വന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒരു രോഗിക്ക് സ്ട്രോക്ക് ആണെന്ന് മനസ്സിലാക്കിയാൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രയും വേഗത്തിൽ തൊട്ടടുത്തുള്ള ഒരു CT സ്കാൻ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്.